അപ്പം നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് മിൻച പഠിക്കാണ് ഗൈസ്. മിൻച എന്താണ് എനിക്ക് മിൻച പറ്റിയത്? ഇജ് പഠിക്കേ? ഇജൊക്കെ പഠിക്കലുണ്ടോ? മിൻച ഇതൊക്കെയാണ് ഇപ്പോൾ മിൻചന്റെ ബുക്കുകൾ എന്നൊക്കെ പറഞ്ഞത് കണ്ടോ ഗൈസ്. ഇതൊക്കെയാണ് മിൻചന്റെ, സോറി ഇത് മിൻചന്റെ ബുക്കല്ല, അത് വേറെ ആയിട്ട് വെക്കണം ഗൈസ്. ഇത് ഇത്രയും നല്ല വൃത്തിയുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ്. അയ്യേ ഗൈസ്, ഇതൊക്കെയാണ് മിൻചന്റെ നോട്ട്. ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താ മിൻച മല കയറി ഇറങ്ങണേ? നോക്കട്ടെ, കാണിച്ചോണ്ടാ മിൻച. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ മിൻച? ഇന്ന് നമ്മൾ മിൻചന്റെ ഒരു എന്താ മിൻച, സ്റ്റഡി റുട്ടീൻ പ്ലസ് ഓൺലൈൻ ക്ലാസ് പ്ലസ് ഗെയിം, ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഒക്കെപ്പാടെ ചേർത്ത് നമ്മൾ വരുന്നൊരു വീഡിയോ ചെയ്തായിരിക്കും മിൻസിന്റെ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, സെറ്റ് അല്ലേ? ആ ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ മിൻസ രാത്രിയോ? ഓ മൈ ഗോഡ്, എന്താ മിൻസ പഠിച്ചാണ്ടോ? ഓ എന്നിട്ട് സ്കൂളിൽ പോയി. അതെ, അതുകൊണ്ടാണ് ഗൈസ് അത്രയും പഠിക്കാൻ വന്നത്. പ്രിപ്പറേഷൻ പറഞ്ഞത് കെമിസ്ട്രി നോട്ട് ഫുൾ ആക്കണം, ഫിസിക്സ് നോട്ട് ഫുൾ ആക്കണം, മാത്സ് നോട്ട് ഫുൾ ആക്കണം. കഴിഞ്ഞോ? ആകെ 3 നോട്ടാ ഗൈസ് ഫുൾ ആക്കണം. അതിനാണ് ഈ മിൻച എത്ര ടെൻഷൻ ആവണത്. ഈ നോട്ടിൽ നമ്മൾ ഒന്നും എഴുതിയിട്ടില്ലേ ഇതുവരെ? പിന്നെ ആകെ ഒരു പേജ് എഴുതിയിട്ടുള്ളൂ ഇതുവരെ. ഓ ഓക്കെ. അപ്പൊ ഇത്രയും നമ്മള് ഫുള്ളാക്കി. ഞാൻ ആകെ ഒരു 4 പേജ് കൂടെ ഫുള്ളാക്കാനുള്ളൂ. അത്രല്ലേ ഉള്ളൂ? ഒരു 20 അത്രേ ഉള്ളൂ മിൻസ. ഇതൊക്കെ ഒരു ടെൻഷനാണോ? ഇന്നത്തെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോണല്ലേ? മിൻസക്ക് വിശക്ക് ഉണ്ടായിരുന്നു. നോക്കട്ടെ, കുഞ്ഞിപ്പള്ള വിശക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പള്ള വിശക്കുണ്ടോ മിൻസ? മിൻസന്റെ കണ്ണുകൾ നോക്കൂ. വാവ്, കണ്ണുകളില് എന്താ മിൻസ പഠിച്ചാ എല്ലാവർക്കും? വാവ്, അവൻ തീർത്തോ? വാവ്. അപ്പൊ മിൻസ, അപ്പൊ നമ്മൾ ഇന്നും ഒരു എന്താണ് ഈവനിങ് റുട്ടീനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 4 മണിക്ക് എണീച്ചാണ് കുളിച്ചാണ് നേരെ ദിമ്മക്ക് ഇരിക്കുന്നു. ഇപ്പൊ ഫിസിക്സ് കൊറേ ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇത് തരും എനിക്ക്. ആദ്യം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഏതാ നൂഡിൽസ് ഉള്ളത്? സാധാ നൂഡിൽസ്. നമ്മള് നൂഡിൽസ് എടുക്കാൻ പോണ്. മിൻസ ഇവിടെ നൂഡിൽസ്. ഇതെന്താ ഹോം ടൂർ ആണോ? അടുക്കള അല്ല, അപ്പൊ സ്റ്റോർ റൂം. ഇതാണ് തേനും പിന്നെ എന്താണ് തേനാണോ? പിന്നെ അതെന്തിനു? ഗ്യാസിന്. കൊളസ്ട്രോളോ? ഒന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാം കമന്റ്. എന്ത് ഗ്യാസിന് കൊളസ്ട്രോളോ? പ്രഷർ കുറക്കാതെ, പിന്നെ പ്രഷർ കൂട്ടാനുള്ള മാങ്ങ ഉപ്പിലിട്ടോ ഇവിടെ ഉണ്ട്. അത് നമ്മള് ആവാൻ വേണ്ടി കാത്തിരിക്കണം. അടുത്ത നമ്മൾ ഇതിലേക്ക് മുങ്ങി തപ്പി കഴിഞ്ഞാൽ നൂഡിൽസുകൾ കിട്ടുന്നതായിരിക്കും. വേറെ എന്തൊക്കെയാണ് ഇതില്? ഇതൊക്കെ മെസ്സിന്റെ ഓരോ സാധനങ്ങളാ. ഇതെന്താ വേഫർ റോളൊക്കെ ഉണ്ട് ചാട്ട കമ്പനിയൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ കുഴപ്പമില്ല. നമ്മൾ അടുത്തൊരു മിൻസ സ്വന്തമായിട്ട് നൂഡിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചത് മിൻസക്ക് അറിയോ? എന്നിട്ട് ഇവിടുത്തെ ഓവൻ പൊട്ടിത്തെറിപ്പിച്ചിട്ട് ഗൈസ് മിൻസ. കണ്ടോ ഓവന്റെ ഗ്ലാസ്? ഓവന് സ്പൂൺ ഇട്ട് ചൂടാക്കി മിൻസ. ഓവനില് സ്പൂൺ ഇട്ട് പൊരിച്ചു. ഓ, സ്റ്റീൽ സ്പൂൺ അല്ലെ? സാധാ സ്പൂണൊക്കെ ഇടാ ഓവനില്. പറയ് ഓവനില് ജന സ്പൂൺ ഇടലുണ്ടാവുള്ളു. ഗ്ലാസ് സ്പൂണ് ഇതുവരെ ഇട്ടോ? ഒരു വട്ടം ഇട്ടതാണ് പറഞ്ഞ കണ്ടേ ഗൈസ്. ആ ഗ്ലാസ് പൊട്ടി. 2 ഇട്ടോ? വീണ്ടും ഇട്ടു ഗൈസ്. അത്രയും ഓർമ്മശക്തിയാണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഇൻഷാ അടുത്തൊരു നൂഡിൽസ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഫോളോവേഴ്സിന് കാണിച്ചു കൊടുക്കും. സബ്സ്ക്രൈബേഴ്സിന്. ഇത് ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ ഇൻഷാ. ഇതില് 2 ഉണ്ട്. അപ്പൊ എനിക്കുണ്ട് അനക്കുണ്ട് അല്ലേ പൊള്ളി. അപ്പൊ നമ്മള് 2 നൂഡിൽസ് വെക്കും. എന്താ ചായ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് നൂഡിൽസ്? അത് നിങ്ങക്ക് വേണ്ട മിൻസാ. ഗൈസ്, ഈ ഒരു നൂഡിൽസ് ആണ് സാധനം ചായ പാത്രത്തിൽ ഉണ്ടാക്കിയ 10 ദിവസമൊക്കെ ഉള്ളൂ മിൻസാ.
എനിക്ക് മനസ്സിലാവുള്ള അതായത് ഇതിങ്ങനെ കുടുക്കല്ല ചട്ടി ഗൈസ്. ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഇതിലാ കുറുകി വരില്ല. അപ്പൊ നമ്മൾക്ക് മമ്മി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ആരിലൊക്കെ തിന്നോളൂ. എന്താണ് അപ്പൊ ഗൈസ് അടുത്തായിട്ട് നമുക്ക് എന്താണ് നൂഡിൽസ് ഇടാം. പക്ഷെ ഒന്നിട്ടാ തിരിച്ച എനിക്ക് വേണ്ട. ആ എന്താ കണ്ട ഗൈസ്, ഫസ്റ്റ് തന്നെ നൂഡിൽസ് ഇട്ടിക്ക. അപ്പൊ ഫ്രീസി പോയിന്റ് എത്ര? ഫ്രീസി പോയിന്റ് കമന്റ് കേട്ടോ. ആ ഫ്രീസി പോയിന്റ് അറിയില്ലേ? എന്താടി ഒരു സ്കൂൾക്കും ഒരു ട്യൂഷനും വിട്ടിട്ട് മണ്ടത്തി മിനിച്ചൊക്കെ ടെൻഷൻ ആവണ്ടിട്ടോ. ഒരു കുളം വെള്ളം എടുത്തേക്കണ ഗൈസ്. ഇതിന് ഒന്നുണ്ടാക്ക അത്രയും വെള്ളോ? ഇനി വെള്ളം തയ്യൂല ഗൈസ്. മിനിച്ചാ ഇത്രയും കാലം ഒരു സ്കൂളിലും ഒരു ട്യൂഷനും ചേർത്തിട്ട് അനക്ക് ഫ്രീസിങ് പോയിന്റ് എത്ര അറിയില്ല? എനിക്കറിയാം. ഞാൻ പറഞ്ഞു ആദ്യം അറിയണോര് കമന്റ് കമന്റ് 10 സെക്കൻഡ് കൊടുക്കാം. 3 കമന്റ് കഴിച്ച് കമന്റ് നിങ്ങൾക്ക് അറിയാം. ഗൈസ് ഫ്രീസിങ് പോയിന്റ് പറഞ്ഞാൽ 0 ആണ്. എന്താ മിൻസ ഓർക്കത്തിലാണ്. അതാണ് ഈ വെള്ളം തെയ്യൂല പൊട്ടത്ത് തെയ്യൂല. ഞാനാ പറയണ്ട എന്റെ മൂഞ്ചുട്ടോ ഉറപ്പാ. അല്ലെ വേണ്ട മിൻസ എന്റെ ഇഷ്ടംമാര് ചെയ്തു. ഇന്നെ പറയാ അവസാനം കൂടി കേടന്ന് കഴിഞ്ഞാ ഇതുണ്ടോ കഴിച്ച് ഇത്ര വെള്ളം കൊണ്ട് ഇത് തിളക്കുമ്പോ കഴിയും. മിൻസോളെ വെള്ളം തെയ്യൂലട്ടോ. ഒന്നെന്നാണ് തെയ്യൂല. മിൻസ കണ്ടോ മിൻസ എന്റെ പോലെ എന്തിനാ ഇജ്ജ് മുട്ട എനിക്ക് പഠിച്ചാലടി. ഇജ്ജ് ഇപ്പൊ മുട്ട ഉണ്ടാക്കിയിരിക്ക മര്യാദക്ക് നൂഡിൽസ് തിന്ന് പോയിക്കോ ഇമ്മ. ഈ മിൻസ അപ്പൊ പിന്നെ പഠിച്ചാലെന്ന് പറയത്തില്ല സമയമില്ല ഒന്നോ. ആ പിന്നെ മിൻസാറ് വീഡിയോ ഒക്കെ സമയമില്ല, പഠിച്ചാണ്ട് മറയാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മുട്ടിയും ചോറും ചമ്മന്തിയും ചോറും കഴിച്ചാണ്. പഠിച്ചോനെ എണ്ണ ചട്ടി ചൂടായിട്ടാ എണ്ണ ഒഴിക്കല്. അല്ല ഇമ്മ എണ്ണ ചൂടാവാണ്ട് എണ്ണ ചട്ടിക്ക് എണ്ണ ഒഴിച്ചു. എന്തൊക്കെ ഇവിളി കാട്ടാ. എന്റെ അടുത്ത് അടുക്കള കത്തി പോട്ടമ്മ. ഇമ്മ ഇതിനെന്താ പൊട്ടത്തരങ്ങള് കാട്ടണ്? എണ്ണ ചൂടാവാണ്ട് ഇടണ് ഉണ്ട്. എണ്ണ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കുള്ളൂ. എന്താണ് ഒരു എക്സാമ്പിളും ഇല്ല ഗായ്സ്. ഓളുണ്ടാക്കിയ ഐഡിയ ആണ് ഗായ്സ്. അല്ലാ പണി പാളും തോന്നുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമ്മളെ ഇതെന്താ പാരലായിട്ട് 2 ഉണ്ടാക്കണം. ഒരു മുട്ട പൊരിച്ചാലാണ് പഠിച്ചത് അത്രയും എണ്ണ. മുട്ട മുങ്ങി പോകും. ഇത് മതി. ഇടല്ലേ ഇതെന്താ അത് മുങ്ങണും കൂടി ഇല്ല വെള്ളത്തില് മിൻസ. ഓ പൊടിയും വലിയ തന്നെ മുങ്ങാനുള്ള വെള്ളമില്ല മിൻസ. അത് അറ്റ്ലീസ്റ്റ് മുങ്ങെങ്കിലും വേണമല്ലോ. ഞാൻ വേവും കൂടി ഇല്ല. മുങ്ങാൻ വെള്ളമില്ലല്ലോ. പൊങ്ങി വരില്ല. ഇതെന്താ എണ്ണ പാലോ അതെന്നെ പൊങ്ങി വരാന്. ആ പൊങ്ങി വരുന്നില്ല. അതാ ഓഫ് ആക്കിയോ അത്? മിൻസ ഒക്കെ പാടുട്ടോ മിൻസ. എന്റെ ഈ കണ്ട അതിന്റെ മേലേക്ക് വെള്ളം കൂടി ആവണില്ല. അത് പാടും ഇത് പാടും. മുട്ടല്ല ഇമ്മ ഓടിവരെ. മുട്ടല്ലാതെ എണ്ണ ഒഴിച്ച് വേസ്റ്റ് ആക്കി പൊട്ടിച്ചോ. അല്ല ഇല്ല ചൂടാക്കിയ മണി ചൂടാക്കിയാ മറ്റേ ആംബിഗസ് ആവും. ആ അവിടെ പവഞ്ഞൊക്കെ വരുന്നുണ്ട് മീൻസപ്പാ. പാവിന്റെ മീൻസ
അയ്യോ ചത്ത് ഗൈസ് ഇന്ന് അതെന്താ വൻ കോമഡി ഗൈസ്. എന്താ വെച്ചാ എന്റെ ഗൈസ് മിൻസിന്റെ പഠിപ്പ് ഫുള്ള് പോരാ ഒക്കെ പഠിക്കാൻ നേരം പറയാ എണ്ണ അല്ല മുട്ട ഉണ്ടാക്കണം. ഇതെന്താ ഓഫായോ? ഇതെന്താ ഓഫാക്കി പിന്നെ ഇടുന്നത്? ഞാൻ തൊടൂല മിൻസ അന്നെ തൊടൂല. ഇവര് പറയും ഞാൻ തൊട്ടോണ്ടാണ് ടേസ്റ്റില്ല. അതാ പുറത്തേക്കൊക്കെ പോണ് ഗൈസ്. മിൻസ അനക്കൊക്കെ ഒരു അടുക്കള എന്നിട്ട് എന്തായിക്കാരം ഇവിടെ ഉണ്ടാവുക. അതിനോടൊരു കേക്കൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ ചിലപ്പോ ഇതൊക്കെ ഇവിടൊക്കെ പുകച്ചു പോവല്ലോ മിൻസ. ആർക്കും എന്നെ വിശ്വാസമില്ല. ഈ കുക്കിംഗ് ആണെങ്കിൽ കാണിച്ചു കൊടുക്കണം വ്ളോഗ് ചെയ്ത് കണ്ട്. ആർക്കും വിശ്വാസം. ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞു അതില് വെള്ളമില്ല. ഇപ്പൊ നോക്ക മുങ്ങാൻ പോലും ഉള്ള വെള്ളമല്ല. കണ്ടോ മേലത്തൊന്നും തിളക്കണ പോലും ഇല്ല. എന്റെ നൂഡിൽസ് കിടന്നാ നൂഡിൽസ് പൊരിച്ചെടുക്കണത് എന്തൊക്കെ അഞ്ഞ് വെള്ളം വയ്ക്കാൻ പാടില്ല. അത് തിളച്ചൊരു ഓ എല്ലാം കൊറേ വെള്ളം വെച്ചപ്പോ ഒരു തുള്ളി വെച്ച് കണ്ടേ. എനിക്ക് സ്കൂളില് വില ഉണ്ടോ? ഇത്ര വില ഉണ്ട്. ആ വില ഈ വ്ളോഗ് കണ്ടോടി പോവും ഗൈസ്. പാവം മിൻസന്റെ ഒന്ന് ചൂടാവിടെ കണ്ട അതിലൊരു വികാരം പോലും ഇല്ല. ഒന്ന് തീ കൂട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്. എനിക്ക് തീ കൂട്ടിയാ കൊല്ല മിൻസ. അയ്യോ കഴിച്ച പഠിത്തായിട്ട് മിൻസത്തെ കുറച്ച് ബാക്ക് കാണില്ല. ഒരു മിനിറ്റ് ഇടല്ലേ ആ കഴിച്ചപ്പോ മിൻസ തദ്ദിക്കിടാൻ പോണ്. ഇങ്ങനത്തെ നൂഡിൽസ് നിങ്ങളെന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. എത്രയും എടുത്തോക്കണേ. ആ ഓക്കെ ഗൈസ് അടുത്തൊരു മിൻസ നൂഡിൽസ് ടേസ്റ്റ് ചെയ്ത് റിവ്യൂ പറയുന്നവർക്ക് നമുക്ക് റൂമിലേക്ക് പോകാലോ മിൻസ. ഇമ്മയൊക്കെ ഓഫാക്കിട്ടല്ലേ മിൻസ. ആ എനിക്കറിയില്ല അതവിടെ ചമ്മച്ചണ്ട് കെട്ടിക്കോ. അല്ലാ ഗൈസ് ഞാൻ ഒരു നൂഡിൽസ് ഞാൻ ടേസ്റ്റ് നോക്കി ഗൈസ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു നൂഡിൽസ് ഞാൻ ചെയ്തില്ല ഗൈസ്. ഇതൊന്ന് തിന്ന എന്നിട്ടൊന്ന് എനിക്കൊരു കാര്യമല്ലോ അതിൽ ഉപ്പുമില്ല ഒന്നുമില്ല. ആ ഓലന് അതിൽ കുറച്ച് വെള്ളം വെച്ചാൽ കറക്റ്റ് ഒരു വെള്ളം ഓരോ അരമണിക്കൂറിലും ഓരോ ബക്കറ്റ് വെള്ളം നിറച്ചു കൊടുത്താൽ അങ്ങനെ തന്നെ ഉണ്ടാവുക. അതിന്റെ ടേസ്റ്റ് അത് ചൂട് വയ്ക്കണേ അത് ചൂട് വയ്ക്കണ ഡയലോഗ് അടിച്ചാൽ തിന്ന്. ആ മീശ തിന്ന് മീശ ഇജ്ജ് പറഞ്ഞത് ഞാൻ തരൂ ശുശുമോനെ മീശ. നിങ്ങൾക്കറിയില്ല ഞങ്ങൾ ഭയങ്കര ക്രിഞ്ച്. അതെ ഗൈസ് ഇറ്റ്സ് ഓക്കേ. ഇനി മീൻസ് തിന്ന് കാണിച്ചതായിരിക്കും. ഞാൻ തിന്നോ തിന്നോ തിന്ന് വേഗം പഠിക്കാൻ പോണ്ടേ. വേഗം തിന്ന് തിന്ന് അനക്കാ പഠിച്ചാൽ എനിക്കല്ല. ആ ഓക്കെ ഇതൊക്കെ മീൻസിന്റെ റിലാക്സിങ് ടൈമാന്ന് പറഞ്ഞ് ഒരു ഹോണസ്റ്റ് റിവ്യൂ പറഞ്ഞ ശരിക്കും ഇൻഷാ എന്തിനാ നിങ്ങൾ കള്ളം പറയണ ഇൻഷാ. ആ നൂഡിൽസിന് ഉപ്പുമില്ല, ആ നൂഡിൽസിന് വെള്ളം കയറിക്കണേ ഒക്കെ ഒന്നുമില്ല. ആ നൂഡിൽസ് അടിപൊളി പറഞ്ഞ് നൂഡിൽസ് മിച്ചറിന്റെ ക്ലോസ് യെസ് ഗായ്സ് അങ്ങനെ എന്താ എനിക്ക് പറ്റി പഠിച്ച് പിരാന്തായോ എന്താ കാട്ടർ കണ്ണു ഇഞ്ഞൊടുക്കുക. ഗുഡ് നൈറ്റ് ആവാൻ പോണോ? യെസ് ഗായ്സ് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ എത്ര അറിയാം ഗായ്സ് 12 മണിക്ക് 15 മിനിറ്റ് കൂടി ഉള്ളു. എന്താ മിൻസക്ക് പറ്റി? മിൻസാ ഇതാരാ മിൻസാന്റെ അപ്പൊ ഇതാരാ നോക്കട്ടെ. പക്ഷെ ചെറുതായിട്ട് ഇന്നലെ ഒന്ന് വൈകി. അത് ലാസ്റ്റ് മിനിറ്റ് പാർട്ടിയാണ് ഞാൻ. ലാസ്റ്റ് മിനിറ്റ് ആണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വേണ്ടി നേരം വൈകിയതാണ്. പഠിക്കലല്ല പക്ഷെ ലാസ്റ്റ് മിനിറ്റ് എഴുതാണ്. എന്തായാലും നമ്മളെ ഉഴപ്പലാണ് ഗൈസ് നമ്മളെ മെയിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഗൈസ് മിൻസ നിങ്ങൾ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഓർഡർ പറയും മിൻസ. ഇന്ന് മിൻസ ഉറങ്ങിക്കോ പറഞ്ഞു. ഇതാണ് ഗൈസ് മിൻസിന്റെ ബെഡ് എന്ന് പറഞ്ഞത്.
ഔട്ടർ പറയേ എല്ലാരും ലൈക്ക് ചെയ്യാനൊക്കെ പറയും ലൈക്ക് ചെയ്യാൻ പറയും എല്ലാരോടും എന്താ താന്ന് പോണത് മരി ഔട്ടർ പറയേ ആ പറഞ്ഞോ യെസ് ഗായ്സ് അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അൽകുൽക്കി വ്ളോഗുമായി കാണാം അതുവരേക്കും ബൈ വീഡിയോ